എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? കൃതജ്ഞതയുടെ പുതിയ പുതിയ തലങ്ങളിലേക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളെല്ലാവരും പറയും റിലേഷൻഷിപ്പാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ പല റിലേഷൻഷിപ്പും നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരായിരിക്കും. പക്ഷെ അത് നമ്മളുടെ ജീവിതത്തിൽ വിഷമകരമായ ഒത്തിരി ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു കരടാണ്, എന്നും നമുക്ക് ദുഃഖമാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ മാന്ത്രികമായിട്ട് സുഖപ്പെടുത്തണം, നമ്മൾക്ക് അവരുമായിട്ട് നല്ലൊരു ജീവിതം വേണം എന്ന് ആഗ്രഹിക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃതജ്ഞതയെ നമ്മൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ തകർന്ന, വിഷമം പിടിച്ച, അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവരുടെ വെറുപ്പോ വിദ്വേഷമോ ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയം മുഴുവൻ അവരുമായിട്ടുള്ള വേദന നിറഞ്ഞ അനുഭവങ്ങളാണെങ്കിൽ അവയൊക്കെ നമുക്ക് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വെച്ചിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളൊക്കെ ആലോചിക്കണേ എന്താ, ഇതൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും നമുക്ക് സുഖപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഏത് വിഷമകരമായ ബന്ധവും കൃതജ്ഞത മാന്ത്രികമായിട്ട് സുഖപ്പെടുത്തും. അപ്പോൾ അത് ഭാര്യാഭർത്തൃ ബന്ധമാവാം, സഹോദര ബന്ധമാവാം, മകനും മകളുമായിട്ടുള്ള ബന്ധമാവാം, ബിസിനസ് ബോസും എങ്ങനെ എംപ്ലോയി ആയിട്ടുള്ള ബന്ധമാവാം, ബിസിനസ് ക്ലയൻസുമായിട്ടുള്ള ബന്ധമാവാം, നമ്മളുടെ കൊളീഗ്സുമായിട്ടുള്ള ബന്ധമാവാം, അമ്മായിയമ്മയായിട്ടുള്ള പ്രശ്നമാവാം, അമ്മായിയച്ഛനുമായിട്ടുള്ള പ്രശ്നമാവാം, എഗെയിൻ മരുമക്കളുമായിട്ടുള്ള പ്രശ്നമാവാം, എഗെയിൻ നമ്മളൊരു പാരൻ്റാണ് അപ്പോൾ മക്കളുമായിട്ടുള്ള ഇഷ്യൂസ് ആവാം, ഫ്രണ്ട്സുമായിട്ടുള്ള ഇഷ്യൂ ആവാം, നൈബേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ നന്നാക്കാം. എനിത്തിങ്, എന്തും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെച്ചപ്പെടുത്താൻ പറ്റും. എന്ത് അസ്വസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ഏത് അസ്വസ്ഥതയുള്ള, വേദനയുള്ള, വിദ്വേഷമുള്ള, വെറുപ്പുള്ള ഏത് ബന്ധവും നമ്മൾക്ക് കൃതജ്ഞത വെച്ചിട്ട് സുഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് നോക്കിയാലോ, എത്ര പേര് റെഡിയാണെങ്കിൽ ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ റെഡിയാണെങ്കിൽ ആദ്യം വന്നിട്ട് റെഡി എന്ന് പറയാം. കാര്യം എന്താണെന്നറിയാമോ? നമ്മൾക്ക് ഏത് കാര്യവും നന്നാക്കണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം? ഒരു ക്ലാരിറ്റി വേണം. നമ്മൾക്ക് എന്താണ് സുഖപ്പെടുത്തേണ്ടത്, നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾക്ക് ഒരു ബോധ്യം വേണം. അപ്പം നിങ്ങൾക്ക് ഒരു വിഷമകരമായ ബന്ധമോ ഒരു വെല്ലുവിളി നിറഞ്ഞ ബന്ധമോ എന്തെങ്കിലും നമ്മൾ നേരിടണമെങ്കിൽ ആ വ്യക്തിയുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യണം, അല്ലെങ്കിൽ അവരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവണം. എൻ്റെ മനസ്സിലെ ആ കരടുകളൊക്കെ നീക്കം ചെയ്ത് എൻ്റെ മനസ്സ് ഒരു ശുദ്ധിയുള്ള ഒരു മനസ്സാവണം എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് നമ്മൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിന് നമ്മളൊരാൾ അങ്ങനെ ഉണ്ടെങ്കിൽ തിരഞ്ഞെടുക്കുക. പക്ഷേ ഈ പല ബന്ധങ്ങളിലും എന്തുകൊണ്ട് പ്രശ്നം എന്നറിയാമോ? നമ്മൾക്ക് ബന്ധങ്ങളൊക്കെ പ്രശ്നമാവണം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ദ്രോഹിച്ചു പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോട് നമുക്ക് ഒരിക്കലും ഒരു കൃതജ്ഞത ഉണ്ടാവില്ല. പകരം അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവരാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ പഴിച്ചുകൊണ്ടേയിരിക്കും. കാര്യം നമ്മളെപ്പോഴും വിചാരിക്കുന്നത് എന്താ, ഞാനെല്ലാം ശരിയാണ്, അവർ മൊത്തം പ്രശ്നക്കാരായതുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. അപ്പം നമ്മൾക്ക് പഴി ചാരിക്കൊണ്ടാണ് നമ്മളിരിക്കുക. ഈ പഴി ചാരുമ്പോൾ ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് നമ്മുടെ ബന്ധത്തെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പം നമ്മൾക്ക് ഈ പഴിചാരൽ മാറ്റിയിട്ട് നമ്മുടെ ജീവിതത്തിന് ഗുണം ഉണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ജീവിതം നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും. അപ്പം നമ്മൾ ഇന്ന് എന്ത് ചെയ്യണം? ഈ പഴിക്കണ സ്വഭാവം നമ്മൾ നിർത്തിയിട്ട് അവയെ നമ്മൾക്ക് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ ബെറ്റർ ആക്കാമെന്ന് വിചാരിക്കാൻ പോകണം. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ ആദ്യമേ ഒരു ക്ലാരിറ്റി എടുക്കുക, ആരോടാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഗൗതമ ബുദ്ധൻ പറയുന്നൊരു വലിയൊരു കാര്യമുണ്ട്. ദേഷ്യം ഉള്ളിൽ വെക്കുന്ന ഒരുവൻ യഥാർത്ഥത്തിൽ ചുട്ടുപൊള്ളുന്ന തീക്കനൽ ആരെയെങ്കിലും എറിയാനായി കയ്യിൽ പിടിച്ചിരിക്കുന്നവനെ പോലെയാണ്. അവന് തന്നെയാകും പൊള്ളുന്നത്. സത്യമല്ലേ? നമ്മൾ ആരെങ്കിലും മനസ്സിൽ വിചാരിക്കണുണ്ടോ ഈ ഒരാളോട് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ വെക്കുമ്പോൾ ആരാ ചീത്തയാവണേ? നമ്മൾ തന്നെ. നമ്മുടെ മനസ്സ് ചീത്തയാവും, നമ്മൾക്കൊന്നും ചെയ്യാനായിട്ടുള്ള താല്പര്യം ഉണ്ടാവില്ല, നമ്മളെ തന്നെ പഴിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? തീ എടുത്തിട്ട് നമ്മുടെ ഉള്ളം കൈയിലേക്ക് അങ്ങോട്ട് ഇട്ടേക്കുമ്പോൾ എന്ത് സംഭവിക്കും? എൻ്റെ അമ്മയെ എൻ്റെ കൈ പൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മോങ്ങും അല്ലേ? ആ മോങ്ങാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ തീക്കട്ട താഴേക്ക് കളയണം ഇല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കത്തിച്ചാമ്പലാക്കണ കാര്യങ്ങളുണ്ടല്ലോ, നമ്മളത് കളയാം. കാര്യം നമ്മൾക്കതൊരു ഗുണം ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
നമ്മളെ എംപവർ ചെയ്യണേ, നമ്മുടെ ലൈഫിൽ ഗുണം ഉണ്ടാക്കുന്ന ചിന്തയിലേക്ക് നമ്മൾ പോകണം. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. നിങ്ങൾക്കൊരു മുൻ ഭർത്താവുണ്ട്. അങ്ങേര് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അച്ഛനാണ്. അങ്ങേര് നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശമായിട്ടുള്ളൊരു ബന്ധമാണ്. പക്ഷെ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആരെയാ തോന്നണേ? നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് കാഴ്ച കാണാൻ പറ്റുമല്ലേ? പക്ഷേ ഈ കുഞ്ഞിനെ കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമുണ്ട്. കാര്യം എന്താ? അത് നിങ്ങളുടെയും കൂടി കുഞ്ഞാണ്. പക്ഷെ ഭർത്താവില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ കിട്ടുമായിരുന്നോ? ഒരിക്കലും നിങ്ങൾക്ക് ഈ സന്തോഷം ഉണ്ടാവില്ലായിരുന്നു. നിങ്ങൾക്ക് ഇന്ന് ചേർത്ത് പിടിക്കാൻ, നിങ്ങളെ അമ്മയെന്ന് വിളിക്കാനായിട്ടുള്ള ഈ നല്ലൊരു കുഞ്ഞിനെ കിട്ടിയത് എന്തുകൊണ്ടാണ്? അദ്ദേഹം നിങ്ങൾക്ക് നൽകിയ വലിയൊരു സന്തോഷമാണ്, അല്ലെങ്കിൽ ഒരു സമ്മാനമാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ നല്ല കുഞ്ഞിനെ തന്നതിന് നമ്മളുടെ ഭർത്താവിനോട് നമുക്കൊരു നന്ദി ഉണ്ടാവണ്ടേ? അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ആ റിലേഷൻഷിപ്പിലേക്ക് ഒരു സമാധാനം, ഒരു സന്തോഷം കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല ആ ബന്ധത്തിൽ. കാര്യം എന്താ? അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ വരികയും എനിക്ക് അന്ന് നല്ല കുറേ മെമ്മറീസ് തരികയും ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു കുഞ്ഞുണ്ട്. അത് ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ്. അപ്പം നമ്മൾക്ക് അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ആ തകർന്ന റിലേഷൻഷിപ്പിൽ പോലും ഒരു സമാധാനം കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അതിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്, നമ്മുടെ ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും മാന്ത്രികമായിട്ട് അതിനെ ശക്തമാക്കാനായിട്ട് കൃതജ്ഞതയുടെ മാന്ത്രികത കൊണ്ട് നമുക്ക് പറ്റും. ഒരിക്കലേ ഒരു അച്ഛൻ മരിച്ചുപോയ ഒരമ്മ, ആ അമ്മ അത്ര കഠിനമായിട്ടുള്ള ദുഃഖത്തിലായി. അപ്പോൾ ഇങ്ങനെ അച്ഛൻ അത്രയും നല്ലതായിരുന്നു. അപ്പോൾ പക്ഷേ അച്ഛനുള്ള സമയത്ത് അവർക്ക് അത്ര നല്ല രീതിയിലേക്കൊരു സമയമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അച്ഛൻ പെട്ടെന്നങ്ങ് മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ദുഃഖമായി. കാര്യം എൻ്റെ ജീവിതം മൊത്തം പോയല്ലോ, എൻ്റെ അച്ഛന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ ഒരു ജീവിതം ജീവിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വീണ്ടും ഭയങ്കര വിഷമത്തിലായി. അപ്പോൾ ആ സമയത്താണ് അമ്മയ്ക്ക് ഈ കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തിയെ പറ്റി ഒരു സുഹൃത്ത് പറഞ്ഞു കൊടുത്തത്. അപ്പം അമ്മ എന്ത് ചെയ്തെന്നറിയാമോ? ആ പങ്കാളിയുടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ദുഃഖവും വേദനയൊക്കെ ഉണ്ട്. എങ്കിലും അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതകാലത്തിൽ ആ അച്ഛനുള്ളപ്പോൾ ഉള്ള ഓരോ നല്ല നിമിഷത്തിനും ആ ഓരോ ആഹ്ലാദ നിമിഷങ്ങളും കണ്ടെത്തിയിട്ട് അവരതിനൊക്കെ നന്ദി പറയാൻ തുടങ്ങി. ഇത് കടന്നുപോയ കാര്യങ്ങളാണ്, എങ്കിലും അതിനൊക്കെ അവരത് കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അധികം സന്തോഷം വരാൻ തുടങ്ങി. ആ ഓരോ ദിവസവും ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ അവരുടെ ജീവിതം തന്നെ മാന്ത്രികമായിട്ട് മാറി. അവരുടെ ജീവിതത്തിലേക്ക് സന്തോഷം വരാൻ തുടങ്ങി. അവരുടെ റിലേഷൻഷിപ്പ്, മക്കൾ വളരെ നല്ല രീതിയിൽ അവരുടെ സ്നേഹം തുടങ്ങി. അവരുടെ ജീവിതത്തിൻ്റെ വേറൊരു ഉദ്ദേശവും ശുദ്ധിയും ലക്ഷ്യവും മാർഗമൊക്കെ കണ്ടു. അപ്പോൾ അവർക്ക് എന്താ സംഭവിച്ചതെന്നറിയുമോ? ഓരോ ദിവസവും കഴിയുന്നതും അവരുടെ വരുമാനം ഇരട്ടിയാവാൻ തുടങ്ങി. അവരുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സന്തോഷമുള്ള ഒരു സമൃദ്ധിയുള്ളൊരു സ്ഥലമായിട്ട് മാറി. അപ്പോൾ ഈ മക്കൾക്കൊക്കെ അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര സന്തോഷമുള്ളൊരു അനുഭവമായിട്ട് മാറാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തും നേടണമെങ്കിൽ നമ്മൾക്ക് കൃതജ്ഞതയെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ എത്ര വിഷമകരമായിട്ടുള്ള, എത്ര പ്രശ്ന സങ്കീർണമായിട്ടുള്ള ഏത് ബന്ധമാണെങ്കിൽ പോലും നമ്മൾക്ക് അവയെ ഈ മാന്ത്രികത കൊണ്ട് നമ്മൾക്ക് ഓൾമോസ്റ്റ് ഹീൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ? നിങ്ങൾക്കൊരു ആരുമായിട്ടാണ് നിങ്ങൾക്ക് ആ ബന്ധം നന്നാക്കേണ്ടതെന്ന് നിങ്ങളൊന്ന് ക്ലാരിറ്റി ഇടുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ വ്യക്തിക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ പറ്റുന്ന ഒരു 10 കാര്യങ്ങൾ അങ്ങേരുടെ പണ്ട് നല്ല ബന്ധത്തിൽ ഇരുന്നപ്പോൾ ഉള്ളത് നിങ്ങളിത് എഴുതുക. എന്നിട്ട് ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുക. അതായത് അങ്ങേരുമായിട്ട് ഈ താളം തെറ്റണതിന് മുമ്പ് അങ്ങേരുമായിട്ട് നല്ല ലൈഫ് ഉണ്ടാവും. ആ അന്നുള്ള 10 കാര്യങ്ങളങ്ങ് എഴുതിയിട്ട് അങ്ങേര് ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഓൾമോസ്റ്റ് അദ്ദേഹത്തിനെ പറ്റിയുള്ള നല്ല നല്ല അനുഗ്രഹങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ ആ നല്ല നല്ല പ്രവൃത്തികൾക്ക് അദ്ദേഹത്തോട് പറയണത് പോലെ തന്നെ എഴുതി ആ കൃതജ്ഞത പ്രകാശിപ്പിക്കുക. അപ്പോൾ എന്താ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ പറയില്ലേ, ഈ സ്വർണ്ണമൊക്കെ കുഴിച്ചെടുക്കാനായിട്ട് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുമെന്നറിയാമോ?
കുഴിച്ച് ഒരു കുന്നെങ്കിലും വേസ്റ്റായിട്ടുള്ള മണ്ണ് നീക്കം ചെയ്യുമ്പോഴാണ് ഒരു തരി സ്വർണത്തിൻ്റെ ഒരു തരി കിട്ടണേ. എങ്കിൽ പോലും ആ കുഴിച്ചെടുക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധ എന്തിലായിരിക്കും എന്നറിയാമോ? സ്വർണത്തിലായിരിക്കും. അല്ലാതെ എത്ര അധികം മാലിന്യങ്ങൾ കൂമ്പാരായെന്നവർ നോക്കില്ല. അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്വർണത്തിൻ്റെ തരി തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ബന്ധങ്ങളിൽ ഓരോ ബന്ധങ്ങളും തങ്കത്തെ എടുക്കാൻ നമ്മൾ നോക്കുമ്പോഴുണ്ടല്ലോ, നമുക്ക് തങ്കത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ തങ്കത്തിനെ കുഴിച്ച് കിട്ടുന്തോറും തങ്കം കൂടി വരും. അപ്പോൾ ഇന്നത് പ്രാക്ടീസ് ചെയ്യുമോ? ഇന്ന് നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മൂവ് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ തങ്കത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജോലി എടുക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഓൾമോസ്റ്റ് ആദ്യമേ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? നമ്മളുടെ എവറി ഡേ ചെയ്യണ പോലെ 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. എന്തുകൊണ്ട് നന്ദി അർപ്പിക്കുന്നു എന്ന് എഴുതുക. ആ ലിസ്റ്റ് ആവർത്തിച്ച് വായിക്കുക. നന്ദി എന്ന് പറയുക. 2, നമ്മൾ വിഷമകരവും തകർന്നവുമായിട്ടുള്ള ഒരു ബന്ധം മെച്ചപ്പെടുത്താനായിട്ട് തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുത്ത വ്യക്തിയുടെ നന്ദി എന്തുകൊണ്ട് അർപ്പിക്കുന്നു എന്നുള്ള 10 കാര്യങ്ങളുടെ പട്ടിക നിങ്ങൾ എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് എഴുതുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ പേര് ഷീജ എന്നാണ്, ഞാൻ നന്ദിയുള്ളവരാണ്. എന്തിന്? അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടാണെങ്കിൽ ആ ഫ്രണ്ടിൻ്റെ പേര് പറയണം. ആ ഫ്രണ്ടിൻ്റെ പേര് പറഞ്ഞിട്ട് പറയണം, നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന കാലത്തോട് ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ള ഒരാളാണ്. നമ്മുടെ വിവാഹ ജീവിതം അവസാനിച്ചുവെങ്കിലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വിവാഹ ബന്ധത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റി. ഞാനിപ്പോൾ കൂടുതൽ ബുദ്ധിയുള്ള ഒരാളാണ്. ഞാൻ ഇന്ന് എന്ത് കാര്യം ചെയ്യുമ്പോഴും പല പ്രാവശ്യം ആലോചിച്ച് വളരെ കോൺഷ്യസ് ആയിട്ട് മാത്രമേ എൻ്റെ തീരുമാനങ്ങൾ എടുക്കുള്ളൂ. പക്ഷെ അന്ന് എനിക്ക് ഇത്രയും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ വലിച്ചു വാരി എന്ത് കണ്ടാലും എല്ലാത്തിനും എസ് പറയുമായിരുന്നു. ഇന്ന് എൻ്റെ ജീവിതത്തിൽ നോ പറയാനായിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി 100% എടുക്കുന്ന ലെവലിലേക്ക് മാറാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു കഴിഞ്ഞു പോയ ബന്ധത്തിലും ഞാൻ നന്ദിയുള്ള ഒരാളാണ്. എഗെയിൻ രണ്ടാമത്തെ നമുക്ക് എന്ത് പറയാം? നമ്മളുടെ ഭർത്താവിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഓൾമോസ്റ്റ് ഭർത്താവാം ഭാര്യയാവാം, നമ്മളുടെ ആ ബന്ധം ഇപ്പം നമ്മൾ നല്ല ബന്ധത്തിലാവില്ല. അപ്പം നമ്മൾക്ക് പറയാം, നിങ്ങൾ ഇപ്പോൾ വൈഫ് ചിലപ്പോൾ വളരെ നല്ല രീതിയിൽ ആ വിവാഹം നിലനിർത്താനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിനൊന്നും നമ്മളന്ന് വില കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ കുറേ വർഷം അവരുടെ ആ ഒരു സ്നേഹവും അവരുടെ കരുതലും അവരുടെ ത്യാഗവും കൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ കൂടെ 15 വർഷം ജീവിക്കാൻ പറ്റിയത്. അപ്പോൾ ആ 15 വർഷം നിങ്ങൾ ഇത്രയധികം പരിശ്രമിച്ചത് കൊണ്ടാണ് എനിക്ക് എന്തുണ്ടായത്? ഒരു വൈഫ് ഉണ്ടായത്. അപ്പോൾ എൻ്റെ ആ വൈഫിനോട് ഞാൻ നന്ദി പറയുകയാണ്. അത് അവർ മാത്രം അത്രയും കഷ്ടപ്പെട്ട് നിന്നതുകൊണ്ടാണ്. എൻ്റെ സ്വഭാവത്തിലാണെങ്കിൽ പണ്ടേ ഞാനാണേ പോയേനെ. പക്ഷെ അവൾ വളരെ നല്ലവളായതുകൊണ്ടാണ് അത്രയും വർഷം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആ നല്ല എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ ഞാനതിന് നന്ദിയുണ്ട്. എങ്കിൽ മൂന്നാമത് എന്ത് പറയും? നമ്മുടെ കുട്ടികളെ ഓർത്ത് ഞാൻ ഒത്തിരി കൃതജ്ഞതയുള്ള ഒരാളാണ്. അവരിൽ നിന്ന് ഓരോ ദിവസവും എനിക്കിപ്പോൾ എന്ത് സന്തോഷം എന്നറിയാമോ? അപ്പോൾ അവരെ കാണുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും ഓർക്കുന്ന കാര്യമുണ്ട്, നിങ്ങളന്ന് വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ കുഞ്ഞൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങളെനിക്ക് നല്ല 2 കുഞ്ഞുങ്ങളെ തന്നതിന് നന്ദി. എഗെയിൻ എൻ്റെ ഭർത്താവ് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തോരം അധ്വാനിച്ചിട്ടുണ്ടെന്നറിയാമോ? അദ്ദേഹം അത്രയും ജോലി എടുത്തിട്ടാണ് എനിക്ക് ആവശ്യമുള്ള എല്ലാം തന്നത്. ഇപ്പം ഞാനിന്ന് ജോലി എടുക്കാൻ പോകണം. കാര്യം എന്നറിയാമോ? എൻ്റെ ഭർത്താവ് ഇല്ല. അതുകൊണ്ട് ഞാൻ പണിയെടുത്തിട്ടുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നടത്താൻ. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളന്ന് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അത് നിങ്ങളെടുത്ത ഉത്തരവാദിത്വം വളരെ വലുതാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലാവണേ. ഞാനപ്പോൾ അതിന് നന്ദിയുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ നിങ്ങളുടെ ആ ഒരു ഹസ്ബൻഡിൻ്റെ ആവാം, നിങ്ങളൊരു ഫ്രണ്ടിൻ്റെ ആവാം, ഇങ്ങനെ 10 നന്മകൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് അത് ഓരോന്നും നിങ്ങൾ എഴുതുക. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് ഇങ്ങനെ സുഖമില്ലായിരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടെ സുഹൃത്ത് നമുക്ക് കൂട്ടായിട്ട് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മളുടെ തന്നെ ഏതൊരു മിസ്റ്റേക്കിന് പരിഹാരം ചെയ്ത് ചിലപ്പോൾ നമ്മളുടെ ആ സുഹൃത്തായിരിക്കും, നമ്മളുടെ പങ്കാളിയായിരിക്കും. സാരമില്ലടാ പോട്ടേന്ന് പറഞ്ഞിട്ട് സഹായിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മളെ പിന്തുണച്ച പല നല്ല മെമ്മറീസ് നമ്മുടെ മനസ്സിലുണ്ടാവും.
അപ്പോൾ അതിനൊക്കെ നമ്മൾ നന്ദി എഴുതുമ്പോഴത്തേക്കുണ്ടല്ലോ, അങ്ങനെ ഒരു 10 കൃതജ്ഞതയുടെ പട്ടിക നിങ്ങൾ റെഡിയാക്കുക. ഈ ഓരോ കാര്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളും അയാളുമായിട്ടുള്ള ബന്ധം കുറേ കൂടി മെച്ചപ്പെട്ട നിലയിലാവും. ആ വ്യക്തിയുടെ നേർക്കുള്ള നിങ്ങളുടെ ആ ഒരു ചിന്തയുണ്ടല്ലോ, വിദ്വേഷമായിട്ടുള്ള ചിന്ത, അതങ്ങ് മാറും. അത് ചിലപ്പോൾ അമ്മായിയമ്മയോടാവാം, അമ്മായിയപ്പനോടാവാം, ആരോടും ആവാം. ആ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവരുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടും. അവർ ചിലപ്പോൾ ഇതൊന്നും അറിയണുണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് പല രീതിയിലും നന്മ മാത്രം വന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് എഴുതുക. എങ്ങനെ ഉറങ്ങാൻ പോണതിന് മുമ്പ് നിങ്ങൾ കല്ലെടുക്കുക. ആ കല്ലെടുത്തിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഓരോ നന്മകളെയും ഓർത്ത് അത് തന്ന ഓരോ ആൾക്കാർക്കും നന്ദി പറയുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസും കഴിഞ്ഞു. വീണ്ടും അടുത്ത ദിവസം പുതിയ ഒരു പ്രാക്ടീസുമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. ഒരു കാര്യം മനസ്സിലാക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു ജോലിയാണ്, ഒരു ദിവസമല്ല, മരിക്കണം അന്ന് വരെ. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? സമൃദ്ധി വരും, സമാധാനം വരും, സന്തോഷം വരും. നമ്മളുടെ ജീവിതം മാന്ത്രികമായിട്ട് സമ്പന്നതയിലേക്ക് ഉയരും. അപ്പോൾ അതിനെന്ത് ചെയ്യണം? എവറി ഡേ പ്രാക്ടീസ് ചെയ്യാം. ഗോഡ് ബ്ലെസ് യു.